അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരട്ടെ. അപ്പം നിക്കാഹിൻ്റെ അർക്കാൻ പറഞ്ഞതായിരുന്നു വലിയ അഞ്ചാമത്തെ. വലിയ വേണമെന്നുള്ളതാണ് ഷാഫി മദ്ഹബ്. അതിൽ ഹനഫി മദ്ഹബിൽ വലിയ വേണ്ട, നിക്കാഹിൻ്റെ ഷർത്തുമല്ല റുക്നുമല്ല. ഹനഫി മദ്ഹബിൽ കുട്ടിനെ നിക്കാഹ് ചെയ്യുന്നിടത്തും ഭ്രാന്ത്, അടിമത്തം ഇവിടെയൊക്കെയുള്ള ആളുകൾ നിക്കാഹ് ചെയ്യുന്നിടത്ത് വലിയ ഷർത്താണ്. അപ്പം മുർഷിദായ വലിയ ആയിരിക്കണം എന്ന് പറഞ്ഞു. മുർഷിദിന് ഇപ്പോൾ രണ്ടർത്ഥമാണുള്ളത്, നീതിമാൻ അതുപോലെ തന്നെ ബുദ്ധിമാൻ എന്നൊക്കെയാണ് അർത്ഥം. അവിടെയുള്ള ഖിലാഫും പറഞ്ഞു. സാക്ഷികളെ വിഷയത്തിൽ നീതിമാന്മാരാകണോ ഫാസിഖ് പറ്റുമോ? പിന്നെ ഫാസിഖാണെങ്കിൽ തൗബ ചെയ്താൽ ഉടനെ തന്നെ പറ്റും. ഇപ്പം നിസ്കരിക്കാത്ത ആളാണെങ്കിൽ പിന്നെ എല്ലാ നിസ്കാരം ഖലാവ് കിട്ടുമെന്ന് വേണ്ട, ഖലാവ് കിട്ടുന്നുള്ളൊരു തീരുമാനം ഉറപ്പിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ആക്രമിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു തീരുമാനം എടുത്ത്, അതാ തൗബ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നിക്കാഹ് ചെയ്യാൻ പറ്റും എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഭ്രാന്ത് തെളിയുന്ന സമയത്ത് നിക്കാഹ് ചെയ്യാൻ പറ്റില്ല എന്നു പറഞ്ഞിടത്തും ചർച്ചയുണ്ട്. ഭ്രാന്തില്ലാത്ത നേരത്ത് കെട്ടിക്കാമെന്നാണ്. അതായത് ഭ്രാന്തിൻ്റെ സമയത്ത് കെട്ടിക്കുകയാണെങ്കിൽ ഭ്രാന്ത് മാറാൻ വേണ്ടി കാത്തിക്കേണ്ടതില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഭ്രാന്തുള്ള വാപ്പയാണ് കുട്ടീനെ കെട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഭ്രാന്ത് മാറുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല. അകലെയുള്ള അതിൻ്റെ അടുത്ത് നിൽക്കുന്ന സ്റ്റെപ്പിലുള്ള വലിയ കെട്ടിക്കാണ് വേണ്ടത് എന്നാണ് ഉദ്ദേശം. ഇബാറത്ത് നിന്ന് പെട്ടെന്ന് തോന്നിപ്പോവും ഭ്രാന്തില്ലാത്ത നേരത്തും കെട്ടിക്കാൻ പറ്റൂല എന്ന്. ഇനി ഭ്രാന്ത് പോലെയുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ പറയണം. ഭ്രാന്ത് മാത്രമൊന്നുമല്ലല്ലോ ഉണ്ടാവുക, ചെന്നി ഉണ്ടാവില്ലേ, ഹറം എന്ന് പറയും, കിബറുസിന്, ബുദ്ധിക്ക് കോട്ടം തെറ്റുക ഒക്കെ. ദീ ജുനൂൻ ഭ്രാന്ത് പോലെയാണ്. ദൂ അലമിൻ വേദനയുള്ളവൻ. യശാലുഹു അവനെ ശ്രദ്ധ തിരിക്കുന്നു. അനി നവരി ബിൽ മസ്ലഹത്തി പ്രയോജനകരമായ ഉപകാരപ്രദമായ മസ്ലഹത്തായ കാര്യം എന്താണ് എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ തിരിക്കുന്ന വേദന ഉണ്ട്. നല്ല ക്യാൻസറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ രോഗമാണ് അയാൾക്കിപ്പോൾ, കുട്ടീൻ്റെ കല്യാണത്തിൻ്റെ കാര്യമോ വരൻ്റെ കാര്യമൊന്നും ആലോചിക്കാൻ ഇപ്പോൾ കഴിയാത്ത അവസ്ഥയിൽ ഭയങ്കര വേദനയാണ്, അപകടം പറ്റിയിട്ടോ മറ്റോ ഒക്കെ. അപ്പോൾ അയാൾക്കും വിലായത്തില്ല. ദൂ അലമിൻ വേദനയുള്ളവർ. യശ്വരുഹു അത് അവനെ ശ്രദ്ധ തിരിക്കുന്നു, ഷോലാക്കുന്നു. അനിൻ നദരി ബിൽ മസ്ലഹത്തി. അതുപോലെ മുഖ്തലുൻ നദരി ചിന്തക്ക് കോട്ടം തട്ടിയവൻ, പ്രായം കൊണ്ടോ മറ്റോ, ബിനാവി ഹറമിൻ അതിവാർദ്ധക്യം കൊണ്ട്. അതുപോലെ ഒമൻ ഒരുത്തനും ബിഹി അയാളിലുണ്ട് ബാദൽ ഇഫാഖത്തി ബോധം തെളിഞ്ഞതിന് ശേഷം, ഭ്രാന്ത് സുഖപ്പെടുന്നതിന് ശേഷം എന്തുണ്ട്, ആസാറു ഖബുലിൻ ഒരു ബുദ്ധിഭ്രമത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ട്. ഖബൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം. ഖബലി ബുദ്ധിഭ്രമം, ഫസാദുൽ ആഖിൽ എന്നർത്ഥം. ഫസാദുൽ ആഖിൽ ബുദ്ധിക്ക് കോട്ടമുണ്ട്, തകരാറുണ്ട്, തലച്ചോറിന് പ്രശ്നമുണ്ട്. തൂജിബു അത് ഉണ്ടാക്കി തീർക്കുന്നു. ഹിദ്ദത്തം ഫിൽ ഖുൽഖി സ്വഭാവത്തിൽ ഒരു കാഠിന്യത്തെ. ഭ്രാന്ത് മാറിയാലും മര്യാദ സ്വഭാവം ഇങ്ങനെ കാണിക്കുക,
അപ്പോൾ സ്വഭാവത്തിലൊരു കാഠിന്യമുണ്ടാക്കി തീർക്കുന്ന വിധത്തിലുള്ള തലച്ചോറിന് പ്രശ്നത്തിൻ്റെ അടയാളം ബാക്കിയുള്ള ഒരാൾക്കും വിലായത്തിന് അധികാരം. ഭ്രാന്തുകൾ സുഖപ്പെട്ട് അത് പറ്റങ്ങോട്ട് നോർമലാകണം എന്നർത്ഥം. ഏതായാലും ഒരുപാട് വലിയമാരുണ്ട് കല്യാണം കഴിച്ചു കൊടുക്കേണ്ട, വാപ്പ വല്യപ്പ, അതുപോലെ വാപ്പയും വല്യപ്പയും കഴിഞ്ഞാൽ പിന്നെ അവർക്കാണ് മുജ്ബിറായ വലിയ എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ സഹോദരങ്ങളാണ്, പിന്നെ സഹോദരൻ്റെ മക്കളാണ്, പിന്നെ സ്ത്രീ പെണ്ണിൻ്റെ കുടുംബക്കാരാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ചിലപ്പോഴൊക്കെ മുന്നിൽ വരുന്ന വെച്ചാൽ ചോദ്യങ്ങളുണ്ട്. കുട്ടീനെ അയാൾ ഉപേക്ഷിച്ച് പോയതാണ്, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുട്ടീൻ്റെ ഉമ്മാൻ്റെ വാപ്പയാണ് നോക്കിയത്, ആങ്ങളാരാണ് നോക്കിയത്. ഇപ്പോൾ ഇവർ പറയണത്, പെൺകുട്ടി പറയണത് വാപ്പ എന്നെ കെട്ടിക്കണ്ട എന്നാണ് എന്നൊക്കെ പറയുന്ന കേസുകളുണ്ട്. അതിപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ല. എന്ത് അയോഗ്യത പറഞ്ഞാലും ജന്മം നൽകിയ ആൾക്കന്നല്ലേ ആ കുട്ടിയിലുള്ള മേൽ അവകാശം. അയാൾ മരിച്ചാലേ അയാളെ സ്വത്ത് ഈ കുട്ടിക്ക് കിട്ടുമല്ലോ. മക്കൾ പിന്നെ എത്ര മോശക്കാരായ ആൾക്കാരാണെങ്കിലും വാപ്പാനെ നോക്കിയിട്ടില്ലെങ്കിലും അനന്തര സ്വത്ത് മക്കൾക്ക് കിട്ടുമല്ലോ. അല്ലെങ്കിൽ അനിയന്മാരുണ്ടെങ്കിൽ അവർക്ക് കിട്ടുമല്ലോ. ഒരാളെ നോക്കിയത് 2-3 ജ്യേഷ്ഠ സഹോദരന്മാരുണ്ട്, ഒരാളായിരിക്കും നല്ലോണം നോക്കിയിട്ടുണ്ടാവുക. പക്ഷെ അനന്തര സ്വത്ത് കിട്ടുമ്പോൾ സാഹോദര്യമെന്നും രക്തബന്ധമെന്നുമാണല്ലോ അവിടെ പരിഗണിക്കേണ്ടത്. കൂടുതൽ നോക്കിയവർക്ക് കൂടുതൽ, തീരെ നോക്കാത്തവർക്ക്, തിരിഞ്ഞു നോക്കാത്തവർക്ക് തീരെ ഇല്ല എന്നുള്ളതൊന്നും പറ്റില്ല. കുട്ടീൻ്റെ വാപ്പയാണ് കെട്ടിക്കാനുള്ള അധികാരം. അങ്ങനെ കെട്ടിച്ചു കൊടുത്തു എന്ന് വാപ്പാട് പറയുന്നതുകൊണ്ട് ഇപ്പം എന്താ അവിടെ പ്രശ്നം? കെട്ടിക്കാനുള്ള ചിലവും കാര്യങ്ങളൊക്കെ വാപ്പൻ എടുക്കണം എന്നൊന്നുമില്ലല്ലോ. എടുക്കാൻ കഴിയാത്ത വാപ്പാരുണ്ടാവൂലേ? അപ്പോൾ പിന്നെ കഴിയുന്ന ആൾക്കാർ കെട്ടിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. സ്ത്രീകളെ അധികാരത്തിനെ കുറിച്ച് പറയുന്നൊരു സംഗതിയാണല്ലോ എന്നെ ഞാൻ തന്നെയല്ലേ കെട്ടിക്കേണ്ടത് എന്നുള്ളത്. അവിടെ കുട്ടികളുടെ കാര്യത്തിൽ വാപ്പാർ തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കുക. മക്കളെ, സ്ത്രീ വളർന്നു വരുന്ന പ്രായമാണ്, പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ഹനഫി മതവ് പ്രകാരവും പെണ്ണിന് നേരെ കെട്ടിക്കുക എന്ന് പറയുന്നിടത്തും ഒരു നിയമമുണ്ട്. ആ പെണ്ണ് വലിയ നഷ്ടത്തിനും തുല്യതനല്ലാത്ത ആളോടും കെട്ടിച്ചു കഴിഞ്ഞാൽ വലിയനിടപെടാം, അവർക്കിടയിലെ വിവാഹബന്ധം വേർപ്പെടുത്താമെന്നാണ്. മക്കളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മഹർ കൊടുത്തിട്ടില്ലെങ്കിൽ മഹർ കൊടുക്കാൻ വേണ്ടി അവർക്കിടയിൽ വിവാഹബന്ധം ഏർപ്പെടുത്താനൊക്കെ ഇടപെടാവുന്നതാണ്. ഇനി അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, നോക്കുക. വിലായത്തിൻ്റെ അധികാരത്തെ നഷ്ടപ്പെടുത്തുന്ന കാരണങ്ങളൊക്കെ പറഞ്ഞു. 8-10 കാരണങ്ങളൊക്കെ നമ്മൾ മണ്ടേമാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്, ഏകദേശമൊക്കെ എവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് പോകുന്നു. വയങ്കുലു ലിദ്ദു കുല്ലിൻ വിലായത്തൻ ലി അബ് അത. ഇപ്പറഞ്ഞ ഗുണങ്ങളുടെയൊക്കെ വിപരീത ഗുണങ്ങൾ വിലായത്തിനെ ദൂരെയുള്ള വലിയിലേക്ക് നീക്കം ചെയ്യുന്നതാണ്. വയങ്കുലു ലിദ്ദു കുല്ലിൻ, ഓരോന്നിൻ്റെയും വിപരീതങ്ങൾ നീക്കം ചെയ്യും. എന്താ ഇപ്പോൾ പറഞ്ഞതിൻ്റെ വിപരീതം എന്താ? അദാലത്ത്, ഹുറത്ത്, തക്ലീഫ്. അതിൻ്റെ വിപരീത ഗുണങ്ങൾ എന്തൊക്കെയാ? മിനൽ ഫിസ്ക്, അയാൾ അധാർമികതയുള്ള ആളാവുക. റിക്ക്, അടിമത്തം. ഒസ്വബി, സ്വിബ, കുട്ടിത്തം. വൽജുനൂൻ, ഭ്രാന്തം. ഈ 4 അവസ്ഥകൾ ഒരു വലിയനുണ്ടെങ്കിൽ കെട്ടിക്കാനുള്ള അധികാരത്തെ നീക്കം ചെയ്യും. ആ അധികാരത്തെ നീക്കം ചെയ്യും ലി അബ് അത, അകലെയുള്ള വലിയിലേക്ക്. അപ്പോൾ വാപ്പാക്ക് ഗുണങ്ങളുണ്ടെങ്കിൽ പിന്നെ വല്യാപ്പേനെ കെട്ടിക്കുക. അയാളല്ല അകലുള്ള ആൾ. വല്യാപ്പാക്ക് ഗുണങ്ങളുണ്ടെങ്കിൽ പിന്നെ സഹോദരങ്ങളാണ് കെട്ടിക്കുക. ലാലി ഹാക്കിമിന്, ഭരണാധികാരിക്കല്ല കിട്ടുക കേട്ടോ. വലൂഫി ബാബിൽ വലായി, വലാഇൻ്റെ ബാബിലാണെങ്കിൽ പോലും. വലാ എന്ന് പറഞ്ഞാൽ അടിമയെ മോചിപ്പിച്ചാൽ ഈ അടിമനെ കെട്ടിക്കാനുള്ള അധികാരം എങ്ങനെ കിട്ടും? അപ്പോഴും ഭരണാധികാരിക്കല്ല.
ഹത്താലു ആത്തക്ക ഷഖ്സു നമത്തൻ. അപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്തു? ഒരടിമ സ്ത്രീയെ മോചിപ്പിച്ചു, അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഒമാത്ത അനിബിനിൻ സ്വഗീരിൻ, ഒരു ചെറിയ കുട്ടി ഉണ്ടായിരിക്കെ അയാൾ മരണപ്പെട്ടു. വാഹിൻ കബീരിൻ, ഒരു വലിയ സഹോദരനുമുണ്ട്. ഒരാൾ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു, ഒമാത്ത അയാൾ മരിച്ചു. അനിബിനിൻ സഗീരിൻ വാഹിൻ കബീരിൻ, അയാൾക്കെന്തുണ്ട്? ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു വലിയ സഹോദരനുമുണ്ട്. എന്നാൽ കാനത്തിൽ വിലായത്തുലില്ലാഹി, അവിടെ വിലായത്ത് ആർക്കായിരിക്കും? അഖിനായിരിക്കും, സഹോദരനായിരിക്കും. കാരണം ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ അടിമനെ മോചിപ്പിച്ചാലേ ആ പെണ്ണിനെ കെട്ടിക്കേണ്ട അധികാരം എനിക്കാണ്. പക്ഷെ ഞാനില്ലെങ്കിൽ പിന്നെ കെട്ടിക്കേണ്ട എൻ്റെ മകനാണ്. അതുപോലെ എനിക്ക് സഹോദരനുണ്ട്. അപ്പോൾ മകന് കെട്ടിക്കാൻ അധികാരമില്ല, കാരണം കുട്ടിയാണ്. അപ്പോൾ പിന്നെ എൻ്റെ സഹോദരനാണ് കെട്ടിക്കേണ്ടത്. അല്ലല്ല ഹാക്കിയും ഭരണാധികാരി അല്ലെങ്കിൽ മുഹത്തമതി പ്രബലമായ പ്രായത്തിൽ. വലാ വിലായത്ത് അയതല്ലി ഉൻസ, സ്ത്രീക്കും വിലായത്തില്ല. ഇതാണ് ഞാൻ അപ്പോൾ നേരത്തെ പറഞ്ഞത്. പെണ്ണിന് അവളെ കെട്ടിക്കേണ്ട അധികാരമല്ല ഷാഫി മദ്ഹബിൽ. ഒരാ സബിജ് ഇമ്രാത്തു നഫ്സ, അപ്പോൾ ഒരു പെണ്ണ് എന്ത് ചെയ്യൂല? അവളെ കെട്ടിക്കൂല. വലോ ബീദിനി വലിയ വലിയിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ പോലും, ഇതാണ് ഷാഫി മദ്ഹബ്, വലിയിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല? പെണ്ണിന് അവളെ സ്വന്തം ശരീരത്തെ കെട്ടിക്കാൻ പറ്റില്ല. അതുപോലെ വലാ ബനാത്തിഹ, അവളെ പെൺകുട്ടികളും കെട്ടിക്കാൻ പറ്റില്ല. അത് വാപ്പാക്കാണ് അധികാരം, അമ്മാക്കല്ല. ഖിലാഫ് അലി അബി ഹനീഫ ഫീഹിമ, ഈ രണ്ട് വിഷയത്തിനും അബൂ ഹനീഫ ഇമാം യോജിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നു അവൾക്ക് എന്ത് ചെയ്യുക? സ്വന്തം ശരീരത്തെ കെട്ടിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഉമ്മാക്ക് വരെ കെട്ടിക്കാനുള്ള അധികാരം ഹനഫി മദ്ഹബിലുണ്ട്. ആദ്യമായിട്ട് വരുന്നില്ല, പല ഘട്ടങ്ങളിൽ ഇങ്ങനെ ഇന്നോലൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഉമ്മാക്കും കെട്ടിക്കാന്നുള്ള വരുന്നുണ്ട്. ഷാഫി മദ്ഹബിൽ എന്തില്ല? ഉമ്മ കെട്ടിക്കുന്ന സംഭവമല്ല. സ്വന്തം കെട്ടിക്കാൻ പറ്റൂല, അപ്പോൾ വേറെ ആളെ കെട്ടിക്കാനും പറ്റൂല. ലിയന്ന നിക്കാഹ് പിന്നെ ഖിലാഫ് ഇഖ്ബൽ ഇഖ്റാറു മുക്കല്ലഫത്തിൻ ബിഹി ലിമുസദ്ദിഖിഹ വഇൻ കദ്ദബഹ വലിയുഹ ലിയന്ന നിക്കാഹ് ഹഖ്ഖു സൗജൈൻ ഫയസ്ബുതു ബിതസാദുഖിഹിമ. ഈ നിക്കാഹ് കൊണ്ട് ഒരു മുക്കല്ലഫത്തായ സ്ത്രീ സമ്മതിച്ച് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടും. ലി മുസദ്ദിഖിഹ, ആർക്ക് സമ്മതിച്ചു കൊടുത്തു? അവളെ വാസ്തവമാക്കുന്ന ഒരു പുരുഷൻ. എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ വിവാഹബന്ധമുണ്ട് എന്ന് ഒരു പെണ്ണ് പറഞ്ഞു. ആ പെണ്ണ് പറഞ്ഞത് ആരും അംഗീകരിച്ചു? ഭർത്താവ് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ അവർക്കിടയിലുള്ള ആ സമ്മതത്തെ അംഗീകരിക്കപ്പെടും, അവർ ഭാര്യ ഭർത്താക്കന്മാരാകുന്നു. ഇഖ്ബലു ഇഖ്റാറുൻ മുക്കല്ലഫത്തിൻ, ഒരു മുക്കല്ലഫായ സ്ത്രീ സമ്മതിച്ചു പറഞ്ഞു ബിഹി, നിക്കാഹ് നടന്നിട്ടുണ്ട്. ലി മുസദ്ദിഖിഹ, അവളെ വാസ്തവമാക്കുന്നവർക്ക് സ്വീകരിക്കപ്പെടും. ഭർത്താവ് നടത്തും മുസദ്ദിഖ്. വൈൻ കദബഹ വലിയുഹ, വലിയ് അതിനെ നിഷേധിച്ചാലും, സാക്ഷികളൊക്കെ നിഷേധിച്ചാലും, അവരൊക്കെ മറന്നുപോയതാകാൻ സാധ്യതയുണ്ട്. എന്നെ നിക്കാഹ് ഹക്ക് സൗദൈൻ, കാരണം നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ അവകാശമാണ്. ഫേസ്ബുത്ത് ബി സാദുഖീമ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാസ്തവമാക്കി കഴിഞ്ഞാൽ നിക്കാഹ് സ്ഥിരപ്പെടുന്നതാണ്. രണ്ടുപേരും അങ്ങോട്ടും അംഗീകരിച്ചാൽ നിക്കാഹ് സ്ഥിരപ്പെടുന്നതാണ്. പിന്നെ ഒരു തർക്കമുണ്ട്, അവരുടെ വിവാഹബന്ധം ഉണ്ടോ അല്ലേ എന്നുള്ള തർക്കം വന്നു കഴിഞ്ഞാലേ പെണ്ണ് പറഞ്ഞു നിക്കാഹ് നടന്നിട്ടുണ്ട് എന്ന്, അതാ ഇഖ്റാറ് എന്ന് പറയുന്നത്. എന്നാൽ ഭർത്താവ് എന്ത് ചെയ്തു? ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലി മുസദ്ദിഖിഹ, അവളെ വാസ്തവമാക്കുന്ന ആൾക്ക് വേണ്ടി സ്വീകരിക്കപ്പെടും. ഇനി വലിയ കളവാക്കിയാലും സാക്ഷികൾ കളവാക്കിയാലും ഇല്ലാവലോ നിക്കാഹുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും
കാരണം അവരൊക്കെ മറന്നു പോകാനോ മറ്റൊക്കെ സാധ്യതയുണ്ടല്ലോ. ഇനി വലിയ ആരൊക്കെയെന്നാ വഹുവ അബുൻ വാപ്പയാണ്, ഫ അബൂഹു പിന്നെ ഉപ്പാൻ്റെ ഉപ്പയാണ്, ഫൈസബിജാരി അപ്പോൾ വാപ്പയും വാപ്പാൻ്റെ വാപ്പയും കെട്ടിക്കും. ബിക്രൻ ഔ സയ്യിബൻ ബിലാവത്ത് ഇൻ ബിഗൈരി ഇദ്നിഹ ലികുഫ്വിൻ ലാ സയ്യിബൻ ബിവത്ത് ഇൻ ഇല്ലാ ബിഇദ്നിഹ നുത്തഖൻ ബാലിഗത്തൻ. മത്തിന് ഞാൻ പറയാണ്, ആരെ കെട്ടിക്കുക? ബിക്ർ, വിവാഹം മുമ്പ് നടന്നിട്ടില്ലാത്ത സ്ത്രീക്കാണ് ബിക്ർ എന്ന് പറയും, കന്യക എന്ന് മലയാളത്തിൽ പറയും. ഔ സയ്യിബൻ, അല്ലെങ്കിൽ മുമ്പ് കല്യാണം കഴിഞ്ഞ പെണ്ണിന് സയ്യിബ് പറയും. ബിക്ർ സയ്യിബ്, ബിക്ർ സയ്യിബ്. സയ്യിബ് പറയുമ്പോൾ ബിലാ വത്തീൻ, അവർക്കിടയിൽ വത്തുവൊന്നും നടന്നിട്ടില്ല, നിക്കാഹേ നടന്നിട്ടുള്ളൂ. അല്ല, നിക്കാഹും നടന്നിട്ടില്ല, വേറെന്തോ കാരണത്തിൽ കൊണ്ട് കന്യകത്വം നീങ്ങിയതാണ്. അപ്പോൾ വത്ത് ഇല്ലാതെ സയ്യിബായ സ്ത്രീയെയും കന്യകത്വം നീങ്ങിയ സ്ത്രീയെയും കെട്ടിക്കുമ്പോൾ കാര്യത്തിന് ആ സമ്മതമല്ലാതെ തന്നെ കെട്ടിക്കുക. സമ്മതം സുന്നത്താണ്, നിർബന്ധമല്ല. പക്ഷെ കെട്ടിക്കുമ്പോൾ ഒരു നിബന്ധന ഉണ്ട്. നീ കുഫുവിനോടെ കെട്ടിക്കുക, തുല്യനായ അനുയോജ്യനായ ഭർത്താവിനോടെ കെട്ടിക്കാൻ പറ്റുള്ളൂ. അനുയോജ്യത ഏതൊക്കെയാണ് ഒരു പെണ്ണിന് ഭർത്താവിനുണ്ടാകേണ്ട യോഗ്യതകൾ എന്നൊക്കെ പറയും. അതിൻ്റെ പേരാണ് കുഫ്, നമുക്ക് പറയുന്നുണ്ട് അടുത്ത പാഠത്തിൽ. പക്ഷേ ലാ സയ്യിബൻ ബി വത്ഇൻ, വത്ത് കൊണ്ട് സംഭോഗം കൊണ്ട് കന്യകത്വം കെട്ടിയ നഷ്ടപ്പെട്ട പെണ്ണിനെ അഥവാ സയ്യിബിനെ കെട്ടിക്കൂല ഇല്ലാ ബിഇദ്നിഹ സമ്മതമില്ലാതെ, നുത്ഖൻ വാക്കാൽ സമ്മതമില്ലാതെ കെട്ടിക്കൂല. ബാലിഗത്തൻ, പ്രായപൂർത്തിയാവുകയും വേണം. മറ്റുള്ളിടത്താ നിബന്ധനയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഷറഹിൽ അത് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നാഫിയായാലും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.